നമസ്കാരം, ന്യൂസ് നൂണിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഒറ്റപ്പാലത്ത് വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപിച്ച് മുസ്ലിം ലീഗ്. നഗരത്തിൽ പ്രതിഷേധ സദസ്സ്. CPM നിർദ്ദേശപ്രകാരം അന്തിമ വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേടിന് നഗരസഭാ സെക്രട്ടറി കൂട്ടുനിന്നെന്ന് ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി. തെരഞ്ഞെടുപ്പ് ജയിക്കാൻ എന്ത് നെറുകേടിനും മടിയില്ലാത്ത പാർട്ടിയാണ് CPM എന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം. തൃശൂർ വെട്ടുകാട് ഏഴാങ്കല്ലിൽ 18 കുപ്പി വിദേശ മദ്യവുമായി യുവാവ് എക്സൈസിന്റെ പിടിയിൽ. അറസ്റ്റിലായത് ഏഴാങ്കല്ല് സ്വദേശി സന്തോഷ്. പ്രദേശത്ത് വ്യാജ മദ്യവിൽപ്പന നടത്തുന്ന വ്യക്തിക്ക് വൻതോതിൽ മദ്യം എത്തിച്ചു നൽകുന്ന സംഘത്തിലെ കണ്ണിയാണ് പിടിയിലായ സന്തോഷ് എന്ന് എക്സൈസ്. വേടനെതിരായ പരാതികളും വിവാദങ്ങളും കുടുംബത്തെ ബാധിച്ചെന്ന് സഹോദരൻ ഹരിദാസ് മുരളി. മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത് ഗൂഢാലോചനയുണ്ടെന്ന സംശയത്തെ തുടർന്ന്. വേടൻ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം ചിലരെ അസ്വസ്ഥരാക്കുന്നു. നിയമപോരാട്ടം തുടരുമെന്നും ഹരിദാസ് മുരളി. വാർത്തകൾ വിശദമായി. വോട്ടർ പട്ടിക ക്രമക്കേടിനെതിരെ ഒറ്റപ്പാലത്ത് മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി പ്രതിഷേധ സദസ്സ് നടത്തി. IUML പാലക്കാട് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം സദസ്സ് ഉദ്ഘാടനം ചെയ്തു. വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപിച്ച് കഴിഞ്ഞ ദിവസം തന്നെ മുസ്ലിം ലീഗ് നേതാക്കൾ രംഗത്ത് വന്നിരുന്നു. CPM വേണ്ടി വോട്ടർ പട്ടികയിൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ വ്യാപക ക്രമക്കേട് നടത്തിയെന്നാണ് ലീഗിന്റെ പ്രധാന ആരോപണം. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ചാണ് ഒറ്റപ്പാലത്ത് ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചത്. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം ഉദ്ഘാടനം ചെയ്തു. ജനങ്ങൾക്ക് സ്വതന്ത്രമായി വോട്ട് ചെയ്യാൻ അവകാശമുണ്ടാവുമ്പോൾ അവരത് ഉപയോഗപ്പെടുത്തും. മാർക്സിസ്റ്റ് പാർട്ടിക്ക് ദുഃഖിക്കേണ്ടി വരുമെന്ന് മാത്രമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഞാൻ വളരെ തിരക്ക് പിടിച്ച നമ്മുടെ സമ്മേളനമാണ്. സെപ്റ്റംബർ 25, 26, 27 നമ്മുടെ സമ്മേളനമാണ്, ജില്ലാ സമ്മേളനമാണ്. അതിൻ്റെ പ്രചരണ വാഹന ജാഥ വെള്ളിയാഴ്ച ഇതിൻ്റെ തുടക്കം കുറിക്കുകയാണ്. ഞാൻ അതിൻ്റെ തിരക്കിലായിരുന്നു. പക്ഷേ കാസിമും ജലീലും വിളിച്ചപ്പോൾ ഈ വിഷയവും പറഞ്ഞപ്പോൾ ഒറ്റപ്പാലമായതുകൊണ്ട് എനിക്ക് അഭേദ്യ ബന്ധമുള്ള ഒരു പ്രദേശം എന്നുള്ള നിലയിൽ ഈ ജനാധിപത്യ ധ്വംസനം അതിൽ ജില്ലാ മുസ്ലിം ലീഗിന് അതിൽ പ്രതിഷേധമുണ്ട് എന്നുകൂടി അറിയിക്കുന്നതിന് വേണ്ടിയാണ്. മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് PMA ജലീൽ അധ്യക്ഷത വഹിച്ചു. PP മുഹമ്മദ് കാസിം, M ഉമ്മർ ഫാറൂഖ്, മാമുകോയ തറമ്മൽ, M മുഹമ്മദ് മാസ്റ്റർ, ഫൗസിയ ഹനീഫ, ആമിന സമീർ, K നുസ്രത്ത്, TT സിയാദ്, P അഷ്റഫ്, P കാസിം, MV അബൂബക്കർ, K ഷമീർ, K ഷറഫുദ്ദീൻ, K അബ്ദുൽ ഖാദർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. വേടനെതിരെ ഉയരുന്ന പരാതികൾക്ക് പിന്നിൽ വ്യക്തമായ ഗൂഢാലോചനയുണ്ടെന്ന സംശയത്തെ തുടർന്നാണ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതെന്ന് സഹോദരൻ ഹരിദാസ് മുരളി. വേടനെതിരായ പരാതികളും വിവാദങ്ങളും കുടുംബത്തെ ബാധിച്ചെന്നും വാടക വീട്ടിൽ പോലും സ്വൈരമായി ജീവിക്കാനാകാത്ത അവസ്ഥയാണെന്നും ഹരിദാസ് മുരളി തൃശൂരിൽ പറഞ്ഞു. കേസിന് പുറകെ കേസായി പുതിയ പരാതികൾ വരികയാണ്. ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന അന്നും പരാതികളുണ്ടായെന്ന് ഹരിദാസ് മുരളി പറഞ്ഞു. ഇതിനെല്ലാം പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന സംശയത്തെ തുടർന്നാണ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. ആരെങ്കിലുമൊക്കെ തങ്ങളെ ലക്ഷ്യം വയ്ക്കുന്നുണ്ടോ എന്ന സംശയമുണ്ട്. അക്കാര്യം കൂടി അറിയുന്നതിനാണ് പരാതി. സാധാരണക്കാരൻ എന്ന നിലയിൽ വലിയ പേടിയുണ്ട്. പേടിയെ തുടർന്നുകൂടിയാണ് പരാതി നൽകിയത്. വേടനെതിരായ പരാതികളും വിവാദങ്ങളും കുടുംബത്തെ ബാധിച്ചു. വാടക വീട്ടിൽ പോലും സ്വൈരമായി ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. അച്ഛൻ 2 തവണ ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞയാളാണ്. അനിയത്തിയോടും നിരവധി ആളുകളാണ് ചോദ്യങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്നത്. വേടൻ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം തന്നെയാണ് ഇതിന് പിന്നിലെന്നാണ് കരുതുന്നത്. തീർച്ചയായും അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം തന്നെയാണ്. പിന്നെ റീസെൻ്റ്ലി ഇപ്പോൾ അദ്ദേഹം വന്നിരിക്കുന്ന പീക്കും കാര്യങ്ങളൊക്കെ അതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് വന്നതായിരിക്കും. പിന്നെ അദ്ദേഹം പറയുന്ന രാഷ്ട്രീയം നമുക്ക് എല്ലാവർക്കും അറിയാലോ. നമ്മൾ ഒരിക്കലും ഇന്നത്തെ തലമുറ അറിയരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രീയമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു കൂട്ടം ആളുകൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട്. അതൊക്കെ തന്നെയായിരിക്കും ഇതിൻ്റെ പുറകിലെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. വേടന് ലഭിക്കുന്ന പിന്തുണ കൊണ്ടാണ് തങ്ങൾ നിലനിന്നു പോകുന്നത്. അമ്മമാരും കുടുംബങ്ങളും ഒരു സമൂഹവും ഒന്നാകെ വീടിനെ പിന്തുണയ്ക്കുന്നുണ്ട്. വേടനെതിരായ പരാതിയെക്കുറിച്ചും തങ്ങൾക്ക് അറിയേണ്ടതുണ്ട്. ഇക്കാര്യം കൂടി മുൻനിർത്തിയാണ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതെന്നും നിയമപോരാട്ടം നടത്തി വിജയിക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്നും ഹരിദാസ് മുരളി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂർ വെട്ടുകാട് ഏഴാങ്കല്ലിൽ വിദേശ മദ്യവുമായി യുവാവ് എക്സൈസിന്റെ പിടിയിൽ. പുത്തൂർ ഏഴാങ്കല്ല് സ്വദേശി 45 വയസ്സുള്ള സന്തോഷിനെയാണ്
അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ NR രാജുവിന്റെ നേതൃത്വത്തിലുള്ള എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത്. പ്രതിയിൽ നിന്ന് 500 മില്ലി ലിറ്ററിന്റെ 18 കുപ്പി വിദേശമദ്യം പിടികൂടി. രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് സന്തോഷ് കുടുങ്ങിയത്. വെട്ടുകാട് നാലുകെട്ട് ഭാഗത്ത് വ്യാജ മദ്യവിൽപ്പന നടത്തുന്ന ഷൈജു എന്നയാൾക്ക് വിൽക്കാനായി വൻതോതിൽ മദ്യമെത്തിച്ചു നൽകുന്ന കണ്ണിയിലെ അംഗമാണ് സന്തോഷെന്ന് എക്സൈസ് പറഞ്ഞു. സന്തോഷിന്റെ മൊഴി പ്രകാരവും മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചും നടത്തിയ അന്വേഷണത്തിൽ ഷൈജുവിനെ കൂടി കേസിൽ പ്രതിയാക്കും. കോടതിയിൽ ഹാജരാക്കിയ സന്തോഷിനെ റിമാൻഡ് ചെയ്തു. ഗ്രേഡ് പ്രിവൻറ്റീവ് ഓഫീസർമാരായ ലത്തീഫ്, സിജോമോൻ, ബിജു നിധിൻ, മാധവൻ എന്നിവരും എക്സൈസ് സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വരവൂർ കാർലിമുക്ക് ഷംസുൽ ഇസ്ലാം മദ്രസ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയും നിസാർ ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായി നബിദിനാഘോഷത്തോടനുബന്ധിച്ച് മദീന മിലാദ് സംഗമവും അവാർഡ് ദാന ചടങ്ങും സംഘടിപ്പിച്ചു. ജാതിമത ഭേദമന്യേ നിരവധി പേർ പങ്കെടുത്തു. വരവൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബാബു ഉദ്ഘാടനം ചെയ്തു. നിസാർ ട്രസ്റ്റ് ചെയർമാൻ ഉസ്മാൻ ഹാജി അധ്യക്ഷത വഹിച്ചു. ഈ വർഷത്തെ പ്രഥമ നിസാർ സ്മാരക അവാർഡ് 80 വയസ്സുള്ള കൊട്ടലിൽ മുഹമ്മദ് ഹാജിക്ക് പൊന്നാടയും മൊമെൻ്റയും നൽകി ആദരിച്ചു. പൊതുപരീക്ഷയിൽ മുള്ളൂർക്കര റേഞ്ചിൽ നിന്ന് 1ാം സ്ഥാനം നേടിയ റിയ ഫർഹയ്ക്ക് സൈക്കിൾ നൽകിയാണ് അനുമോദിച്ചത്. ഗ്രാമപഞ്ചായത്ത് വാർഡംഗം പ്രദീപ്, ട്രസ്റ്റ് വൈസ് ചെയർമാൻ MA സൈദലവി, കോർഡിനേറ്റർ CH ഇബ്രാഹിം, ജംഷാദ് സഖാഫി, മറ്റ് ഭാരവാഹികളായ റഹീം, അബു താഹിർ, ഷാനവാസ്, ബഷീർ, മൊയ്തുണ്ണി, ബഷീർ, ഇസ്മായിൽ, കമറുദ്ദീൻ, റസാഖ്, ചെറിയക്കുട്ടി എന്നിവർ സംസാരിച്ചു. നാടാണ് നമ്മുടെ ഭാരതം. ആ ഭാരതത്തിനകത്ത് ജാതിയും മതവും പറഞ്ഞ് ഭിന്നിച്ചു നിൽക്കുന്ന സാഹചര്യം ലോകരാജ്യങ്ങൾ നമ്മെ കാണുന്നത് മതേതരത്വത്തിന്റെ ഔന്നത്യത്തിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ആ ഇന്ത്യ രാജ്യത്ത് ഇതുപോലുള്ള കൂട്ടായ്മകൾ എപ്പോഴും മനുഷ്യനെ ഏകോപിപ്പിക്കാനും ഒപ്പം നന്മ പറഞ്ഞു കൊടുക്കാനുമുള്ളതാകണം. ഞങ്ങളെല്ലാം ഞങ്ങളുടെ പൊതുരംഗത്തെ പ്രവർത്തനത്തിന്റെ ഭാഗമായി അത് തന്നെയാണ് കാക്ഷിക്കുന്നത്. അത് തന്നെയാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് പരമാവധി പ്രചോദനങ്ങൾ നൽകുന്നത്. ട്രസ്റ്റിനെ സംബന്ധിച്ച് നമുക്കൊരു പൊന്നുമോന്റെ ഓർമ്മയുടെ ഭാഗമായാണ് നമ്മുടെ ട്രസ്റ്റ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഈ 10 വർഷം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് തന്നെ നിരവധിയായ പ്രവർത്തനങ്ങളിൽ ഇതിന്റെ ഭാഗമായി ഇവിടെ സന്നിഹിതരാകാൻ കഴിഞ്ഞ പൊതുപ്രവർത്തകരാണ്. അഷറഫ് മുസ്ലിയാർ സ്വാഗതവും ഷറഫുദ്ദീൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് മുഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ നേതൃത്വത്തിൽ മൗലൂദ് പാരായണവും കാളിയാറോഡ് ഫിർദൌസ് വാഫിയുടെ നേതൃത്വത്തിൽ മിസ്ബീർ ബുർദയും ഖവാലിയും നടന്നു. തുടർന്ന് പങ്കെടുത്ത എല്ലാവർക്കും അന്നദാനം നൽകിയാണ് പരിപാടികൾ അവസാനിച്ചത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കാഞ്ഞങ്ങാട് നടന്ന 57ാമത് സംസ്ഥാന ഷൂട്ടിംഗ് മത്സരത്തിൽ 2ാം സ്ഥാനം നേടിയ പറളി കിണാവലൂർ സ്വദേശിയായ വിദ്യാർത്ഥി കണ്ണന് പ്രശസ്ത ഷൂട്ടിംഗ് താരം ഹംസ കൂറ്റനാടിൻ്റെ അനുമോദനം. പറളിയിലെ വീട്ടിലെത്തിയാണ് ഹംസ കൂറ്റനാട് കണ്ണനെ ഉപഹാരം നൽകി അനുമോദിച്ചത്. 50 മീറ്റർ പ്രീ പിസ്റ്റൾ മത്സരത്തിൽ ISSF സീനിയർ വിഭാഗത്തിൽ 45 വയസ്സിന് താഴെയുള്ള മത്സരത്തിലാണ് കണ്ണൻ 2ാം സ്ഥാനം നേടിയത്. 25 മീറ്റർ സ്പോർട്സ് പിസ്റ്റൾ ISSF വിഭാഗത്തിൽ കണ്ണൻ 3ാം സ്ഥാനവും നേടിയിരുന്നു. വിദ്യാർത്ഥി പ്രായത്തിൽ തന്നെ തോക്കും തിരയും കൈവശം വയ്ക്കാനുള്ള അനുമതിയും 18കാരനായ കണ്ണന് ഇതിനകം ലഭിച്ചു കഴിഞ്ഞു. ചെറുപ്രായത്തിൽ വിമാനം പറത്തിയെന്ന അംഗീകാരവും കണ്ണന് സ്വന്തം. നിലവിൽ തൃശൂർ നവീസ് ഷൂട്ടിംഗ് ക്ലിനിക്കിലെ PR നവീനിൻ്റെ കീഴിലാണ് കണ്ണൻ പരിശീലനം നേടുന്നത്. എൻട്രൻസ് എഴുതിയ കണ്ണന് തിരുവനന്തപുരം ലോ കോളേജിലെ നിയമ പഠന വിദ്യാർത്ഥിയായി അഡ്മിഷൻ ലഭിച്ചതോടെ പഠനം തുടരുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വളരെ വിശ്വാസമുള്ള ഒരു കുട്ടിയാണ്. 57ാമത്തെ ഞങ്ങളുടെ സ്റ്റേറ്റ് ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ കണ്ണന് സെക്കൻഡ് ചാൻസിലാണ് വന്നത്. പോരാത്തതിന് കണ്ണൻ ലോ കോളേജ് വിദ്യാർത്ഥിയും കൂടിയാണ്. ഇപ്പോൾ ഈ 9ാം തീയതി പോയിട്ട് നമ്മുടെ തിരുവനന്തപുരം ലോ കോളേജിലെ ഒരു വിദ്യാർത്ഥിയാവാൻ പോവാണ്. പിന്നെ കണ്ണനെ കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തരിപ്പാല.
ഇൻസൈറ്റ് അന്താരാഷ്ട്ര ഹ്രസ്വ ചിത്രമേള 14-15 തീയതികളിലായി പാലക്കാട് ലയൺസ് സ്കൂളിൽ നടക്കും. ചലച്ചിത്ര മേഖലയിൽ AI സ്വാധീനം എന്ന വിഷയത്തിൽ ചർച്ചയും സംവാദവും ഉണ്ടാകുമെന്നും ഫെസ്റ്റിവൽ ഡയറക്ടർ KV വിൻസെന്റ് പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 5 മിനിറ്റിൽ താഴെ ദൈർഘ്യമുള്ള 250-ലേറെ ചിത്രങ്ങളാണ് ഹ്രസ്വചിത്രമേളയിൽ പ്രദർശിപ്പിക്കുക. 5 മിനിറ്റിനും 1 മിനിറ്റിനും താഴെ ദൈർഘ്യമുള്ള ചിത്രങ്ങളാണ് മത്സര വിഭാഗത്തിൽ പങ്കെടുക്കുന്നത്. ഇന്ത്യൻ ചിത്രങ്ങൾക്ക് പുറമെ ഇറാൻ, ഇറാഖ്, കുവൈറ്റ് തുടങ്ങിയ രാജ്യങ്ങളിലെ ചിത്രങ്ങളും പ്രദർശിപ്പിക്കും. മത്സര ചിത്രങ്ങൾക്ക് പുറമെ ഇതുവരെ പ്രദർശിപ്പിച്ച ഇറാൻ ചിത്രങ്ങളും ഇൻസൈറ്റ് നിർമ്മിച്ച ചിത്രങ്ങളും പ്രദർശിപ്പിക്കും. 5 മിനിറ്റ് ദൈർഘ്യമുള്ള വിജയചിത്രത്തിന് ഗോൾഡൻ സ്ക്രീൻ അവാർഡ്, 1 മിനിറ്റ് ദൈർഘ്യമുള്ള വിജയചിത്രത്തിന് സിൽവർ സ്ക്രീൻ അവാർഡ് എന്നിവ സമ്മാനിക്കും. 500,000 രൂപയും ശില്പവുമാണ് മറ്റ് സമ്മാനങ്ങൾ. റണ്ണറപ്പാവുന്ന 5 ചിത്രങ്ങൾക്ക് 5,000 രൂപ പ്രശസ്തിപത്രം എന്നിവ നൽകും. ഓരോ പ്രദർശനങ്ങൾക്ക് ശേഷവും ഓപ്പൺ ഫോറം നടക്കുമെന്നും KV വിൻസെന്റ് പറഞ്ഞു. ജനറൽ സെക്രട്ടറി മേതിൽ കോമളൻകുട്ടി, ട്രഷറർ മാണിക്കോത്ത് മാധവദേവ്, വൈസ് പ്രസിഡന്റ് CK രാമകൃഷ്ണൻ, V പത്മനാഭൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പാലക്കാട് പ്രാഥമിക സഹകരണ കാർഷിക ഗ്രാമീണ വികസന ബാങ്കിൽ സ്വർണ്ണപ്പണയ വായ്പാ പദ്ധതിക്ക് തുടക്കം. പദ്ധതിയുടെ ഉദ്ഘാടനവും ലോക്കർ റൂം ഉദ്ഘാടനവും ബാങ്ക് പ്രസിഡന്റ് SK അനന്തകൃഷ്ണൻ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ഗോകുൽദാസ് അധ്യക്ഷത വഹിച്ചു. ഡയറക്ടർമാരായ K മധു, ഭവദാസ്, V രാജീവ്, N കൃഷ്ണൻ, PK കൃഷ്ണദാസ്, PK വാസു, CP കവിത, V ശാന്തി, റീജിയണൽ മാനേജർ സാവിത്രി, അസിസ്റ്റന്റ് രജിസ്ട്രാർ അജിത്, ഓഡിറ്റർ ശിവമുരുകൻ, കൃഷി ഓഫീസർ കാവ്യ എന്നിവർ പ്രസംഗിച്ചു. ബാങ്ക് സെക്രട്ടറി P ജ്യോതിഷ് സ്വാഗതവും T വിനോജ് നന്ദിയും പറഞ്ഞു. എല്ലാം കൊണ്ടും നമ്മൾ വളരെ പുറകിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു വർഷം ഒരു സംസ്ഥാന സഹകരണ വകുപ്പിൻ്റെ മന്ത്രിയുടെ ഒരു നമ്മുടേതായിട്ടുള്ള ബാങ്കിൻ്റെ പെർഫോമൻസും അതുപോലെ തന്നെ കുടിശ്ശിക പിരിക്കുന്നതിലും 3-ാം സ്ഥാനത്തായിരുന്നു. അത് നമ്മുടെ ബഹുമാനപ്പെട്ട സെക്രട്ടറി പോയി ഒരു ക്യാഷ് അവാർഡൊക്കെ സഹകരണ മന്ത്രിയുടെ ഉപയോഗിക്കുകയുണ്ടായി. 25,000 രൂപ ക്യാഷ് അവാർഡൊക്കെ. പക്ഷെ അതിൽ ബോർഡ്, സംസ്ഥാന കാർഷിക വികസന ബാങ്കിൻ്റെ ബോർഡിനും പാലക്കാട് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ബാങ്ക് പ്രസിഡന്റാണ് ശരി, അതുപോലെ തന്നെ GM ആണ് ശരി, അതുപോലെ തന്നെ MDയും ആ മീറ്റിംഗിൽ വളരെ പാലക്കാട് ബാങ്കിനെ കുറിച്ചിട്ട്, പുരോഗതിയെ കുറിച്ചിട്ട് വളരെ കാഴ്ചപ്പാടും ദീർഘവീക്ഷത്തോടുകൂടിയും അതുപോലെ തന്നെ ബാങ്കിൽ ഇപ്പോൾ വളരെ അടുക്കും ചിട്ടയോടുകൂടി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് MDയും GM അന്ന് ആ മീറ്റിംഗിൽ പറയുന്നു. പാലക്കാട് യാക്കര സെന്റ് മേരീസ് ഓർത്തഡോക്സ് സഭയെ മഹാ ഇടവകയായി ഉയർത്തി. സഭയുടെ സാമൂഹിക ഭദ്രാസന പ്രതിബദ്ധത കണക്കിലെടുത്താണ് മഹാ ഇടവകയായി ഉയർത്തിയതെന്ന് ഫാദർ ബിനു ജോർജ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 14-നാണ് പ്രഖ്യാപനം. ചരിത്ര രേഖകൾ പ്രകാരം 1891 മുതൽ കുടിയേറിയ ഓർത്തഡോക്സ് ക്രിസ്ത്യൻ വിഭാഗങ്ങൾ ചേർന്നാണ് യാക്കര സെന്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ച് രൂപീകരിച്ചത്. മലബാർ ഭദ്രാസനത്തിന് കീഴിലെ പ്രധാന ക്രിസ്ത്യൻ പള്ളിയായ യാക്കര ചർച്ചിനെ മഹാ ഇടവകയാക്കാനുള്ള തീരുമാനം രൂപം കൊണ്ടത് പ്രവർത്തന മൂല്യം പരിഗണിച്ചാണ്. 14-ന് മലബാർ ഭദ്രാസന മെത്രാപ്പൊലീത്ത വർഗീസ് മാർ പക്കോമിയോസ് മഹാ ഇടവകയായി പ്രഖ്യാപിക്കും. ഇതിന് മുമ്പുള്ള ദിവസങ്ങളിൽ പ്രാർത്ഥന, മുൻ വികാരികളെ ആദരിക്കൽ, തിരുനാൾ ആഘോഷം എന്നിവ നടക്കുമെന്നും ഫാദർ ബിനു ജോർജ് പറഞ്ഞു. അങ്ങനെ ജൂലൈ മാസത്തിൽ കൂടിയ പരിശുദ്ധ സുനോദോസ് ഐക്യകണ്ഠേന ജൂലൈ മാസത്തിൽ കൂടിയ സുനോദോസ് പാലക്കാട് സെന്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ച് ദേവാലയത്തെ സെന്റ് മേരീസ് ഓർത്തഡോക്സ് മഹാ ഇടവക പാലക്കാട് എന്ന് പറഞ്ഞ് ഔദ്യോഗികമായിട്ട് അതിന്റെ പ്രഖ്യാപനം നടത്തുവാൻ വേണ്ടി പരിശുദ്ധ ബാബ തിരുമനസ്സുകൊണ്ട് ഓഗസ്റ്റ് മാസം 8-ാം തീയതി ഒരു കൽപ്പന ദേവാലയത്തിലേക്ക് അയച്ചു. അതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഞാൻ ഓർപ്പിച്ചല്ലോ. 13-ാം തീയതി ശനിയാഴ്ച വൈകിട്ട് ഇവിടെ ആരാധന തുടങ്ങുന്നത് 13-ാം തീയതി തലേദിവസം വിശുദ്ധ കുർബാന ഉള്ളതുകൊണ്ട് സന്ധ്യാപ്രാർത്ഥനയോട് ചേർന്ന് 13-ാം തീയതി വൈകിട്ട് ട്രസ്റ്റി PS സിംസൺ, മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളായ മാത്യൂസ് ഫിലിപ്പ്, റോഷൻ ചെറിയാൻ, രാജു മാത്യു എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും 15 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച മങ്കര കാളിക്കാവ് ശ്മശാനം റോഡ് തുറന്നുകൊടുത്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V സേതുമാധവൻ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഈ മങ്കര പഞ്ചായത്തിലേക്ക് പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പശ്ചാത്തല മേഖലയ്ക്ക് നൽകിയത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ 10 ലക്ഷം രൂപ ഇവിടെ പറഞ്ഞതുപോലെ ഈ ശ്മശാനം റോഡിലേക്ക് നീക്കി വയ്ക്കുകയും അതിൻ്റെ മുൻ വർഷത്തിൽ അനുവദിച്ച ഒരു 5 ലക്ഷം, അങ്ങനെ 15 ലക്ഷം രൂപയാണ് ഈ റോഡിലേക്ക് നീക്കി വെച്ചത്. അതിന് പുറമെ ഒരു 10 ലക്ഷം
ഇലക്ട്രിസിറ്റി ലൈൻ നീട്ടുന്നതിന് വേണ്ടിയും കൊടുത്തിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KR ജിത്തു അധ്യക്ഷത വഹിച്ചു. മങ്കര പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV രാമചന്ദ്രൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് A മല്ലിക, പഞ്ചായത്ത് അംഗങ്ങളായ അനിത, P പാഞ്ചാലി, MV രമേശ്, KL ചന്ദ്രിക, KB വിനോദ് കുമാർ എന്നിവർ സംസാരിച്ചു. ഇതോടെ കാലങ്ങളായുള്ള ജനകീയ ആവശ്യമാണ് പൂർത്തീകരിച്ചത്. ചളിയിലൂടെ ദുരിതം പേറിയായിരുന്നു മൃതശരീരം പോലും കൊണ്ടുപോയിരുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. BMS അമൃതാദേവി പരിസ്ഥിതി പുരസ്കാരം M ശ്യാംകുമാറിന് 1,00,000 ലക്ഷം രൂപയും ഫലകവും ഉൾപ്പെട്ട പുരസ്കാരം സെപ്റ്റംബർ 12-ന് സമ്മാനിക്കുമെന്ന് BMS സംസ്ഥാന ട്രഷറർ C ബാലചന്ദ്രൻ പാലക്കാട്ട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. BMSന്റെ സാമൂഹിക പാരിസ്ഥിതിക പ്രതിബദ്ധത ഉയർത്തിക്കാണിക്കുന്നതാണ് 2023 മുതൽ ഏർപ്പെടുത്തിയ അമൃതദേവി പുരസ്കാരമെന്ന് C ബാലചന്ദ്രൻ പറഞ്ഞു. 25,000 രൂപയും ഫലകവും ഉൾപ്പെടുന്നതാണ് പുരസ്കാരം. ഓട്ടോറിക്ഷ തൊഴിലാളിയാണ് പുരസ്കാരത്തിനർഹനായ കരുപ്പിൻകുളങ്ങര സ്വദേശി M ശ്യാംകുമാർ. ജീവിത പ്രാരാബ്ദങ്ങൾക്കിടയിലാണ് അദ്ദേഹം പരിസ്ഥിതി പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത്. പുരസ്കാരം സെപ്റ്റംബർ 12-ന് സമ്മാനിക്കുമെന്നും ബാലചന്ദ്രൻ അറിയിച്ചു. 25,000 രൂപയും പ്രശസ്തി പത്രവും ഒരു ശില്പവും ഇതാണ് അവാർഡ് കൊടുക്കുക. കഴിഞ്ഞ 2 വർഷങ്ങളിലും ഒരു വർഷം എറണാകുളത്ത്, ഒരു വർഷം തിരുവനന്തപുരത്തും, ഇപ്പോൾ പാലക്കാട്. ഭാഗ്യവശാൽ പാലക്കാട്ടുകാരനെ സാധാരണ അവാർഡ് ജില്ലക്കാർക്ക് കിട്ടാറില്ല. ഭാഗ്യവശാൽ പാലക്കാട് ജില്ലക്കാരനായ ആളുകൾക്ക് തന്നെയാണ് പാലക്കാട് വെച്ച് നടക്കുമ്പോൾ അവാർഡ് നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത്. രാജ്യസഭാ MP സദാനന്ദൻ മാസ്റ്ററാണ് അതിൻ്റെ ഉദ്ഘാടനം. 12-ാം തീയതി വൈകിട്ട് 4 മണിക്ക് അശ്വതി കല്യാണ മണ്ഡപത്തിൽ വെച്ച്. അപ്പോൾ നിങ്ങളെല്ലാവരും ആ ചടങ്ങിലേക്ക് ക്ഷണിക്കുകയാണ്. ശ്യാമ നിരവധി അവാർഡുകൾ വാങ്ങിച്ചിട്ട് അതിൽ ചിലതൊക്കെ നിങ്ങളുടെ കുറിപ്പിലുണ്ടാവും. അതല്ലാത്തതിനും ഞാൻ 1-2 കാര്യങ്ങളൊക്കെ വായിക്കാം. നിരവധി അവാർഡുകൾ വാങ്ങിച്ചിട്ടുണ്ട് അദ്ദേഹം. BMS പാലക്കാട് ജില്ലാ പ്രസിഡന്റ് സലീം തെന്നിലാപുരം, സെക്രട്ടറി K രാജേഷ്, V ശിവദാസ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. ഒറ്റപ്പാലത്ത് വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപിച്ച് മുസ്ലിം ലീഗ്. നഗരത്തിൽ പ്രതിഷേധ സദസ്സ്. CPM നിർദ്ദേശപ്രകാരം അന്തിമ വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേടിന് നഗരസഭാ സെക്രട്ടറി കൂട്ടുനിന്നെന്ന് ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി. തെരഞ്ഞെടുപ്പ് ജയിക്കാൻ എന്ത് നെറുകേടിനും മടിയില്ലാത്ത പാർട്ടിയാണ് CPM എന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം. തൃശൂർ വെട്ടുകാട് ഏഴാങ്കല്ലിൽ 18 കുപ്പി വിദേശ മദ്യവുമായി യുവാവ് എക്സൈസിന്റെ പിടിയിൽ. അറസ്റ്റിലായത് ഏഴാങ്കല്ല് സ്വദേശി സന്തോഷ്. പ്രദേശത്ത് വ്യാജ മദ്യവിൽപ്പന നടത്തുന്ന വ്യക്തിക്ക് വൻതോതിൽ മദ്യമെത്തിച്ചു നൽകുന്ന സംഘത്തിലെ കണ്ണിയാണ് പിടിയിലായ സന്തോഷ് എന്ന് എക്സൈസ്. വേടനെതിരായ പരാതികളും വിവാദങ്ങളും കുടുംബത്തെ ബാധിച്ചെന്ന് സഹോദരൻ ഹരിദാസ് മുരളി. മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത് ഗൂഢാലോചനയുണ്ടെന്ന സംശയത്തെ തുടർന്ന്. വേടൻ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം ചിലരെ അസ്വസ്ഥരാക്കുന്നു. നിയമപോരാട്ടം തുടരുമെന്നും ഹരിദാസ് മുരളി. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.